ഇല്ല ഇല്ല നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല. നീ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ലെന്നൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല സമ്മതിക്കില്ല. എന്താ പ്രശ്നം? ഒന്നും പറയണ്ട. എന്റെ ഒരു അനിയനുണ്ട്, തല തിരിഞ്ഞു ഒരുത്തനാണ്. അവനിപ്പോ ഒരു പെണ്ണുമായിട്ട് സ്നേഹത്തിൽ. ആ പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ഒറ്റക്കാലം നിൽക്കുകയാണ്. അതാ പെണ്ണിനെ തന്ത എന്നാ തല്ലി പിടിച്ചത്. ഇനിയിപ്പൊ നിൽക്കുന്ന കാര്യം ഞാൻ ഒടിക്കേണ്ടി വരും. അല്ല, അപ്പൊ പെണ്ണ് വീട്ടുകാരായിട്ടാണോ പ്രശ്നം? പെണ്ണ് വീട്ടുകാരായിട്ടൊന്നും പ്രശ്നമില്ല. ഇപ്പൊ എല്ലാം ഒത്തുതീർപ്പായി. പക്ഷെ ജാതകം കൂടി ചേരുന്നില്ലെന്ന്. ജാതകത്തിനൊക്കെ വിശ്വാസം? പിന്നെ ജാതകത്തിൽ ഞങ്ങൾക്ക് വിശ്വാസം. ഞങ്ങളുടെ വീട്ടിൽ ജാതകത്തിനല്ലാതെ വേറെ പരിപാടി നമ്മുടെ വീട്ടിലില്ല. ജാതകം നോക്കിയല്ലാതെ. അത് ശരി. നിങ്ങൾക്ക് അറിയോ, ഒരു 10-30 വർഷം മുമ്പ് എന്റെ അച്ഛൻ ജോത്സ്യനെ കാണാൻ ജാതകമായിട്ട്. അപ്പൊ ജോത്സ്യൻ പറഞ്ഞറിയോ, നീ കള്ളന് കഞ്ഞി വെച്ചവനാവും. എന്നിട്ട് ഇപ്പൊ ആയില്ലേ? മന്ത്രിയുടെ പാചകക്കാരൻ പറഞ്ഞു വായിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ജാതകം നോക്കിയല്ല വേറെ വിഷയത്തിൽ ഞങ്ങൾ ഇടപെടാറില്ല. നല്ല വിശപ്പ്. ഉച്ചക്ക് എന്ത് വെച്ചു? ഉച്ചക്ക് എന്ത് വെച്ചു? ഉച്ചക്ക് ഒന്നും വെക്കുന്നില്ലെന്ന് വെച്ചു. അതെന്താ ഇവിടെ വല്ല ഉണ്ടോ വെക്കാൻ? ഞാൻ ഇന്ന് രാവിലെ 1000 രൂപ തന്നു വിട്ടാണല്ലോ പച്ചക്കറി മേടിക്കാൻ. 1000 രൂപ 100 രൂപ തന്നു വിട്ടാണല്ലോ. 1000 ആയത്. 100 രൂപ തന്നിട്ട് എന്നോട് പറയാ ഉത്തരം വള്ളിക്കട ചാക്ക് തന്നിട്ട് അതിന് നിറച്ച് പച്ചക്കറി മേടിക്കാൻ. എന്റെ അമ്മായിപ്പൻ്റെ ആണോ തമിഴ്നാട്ടിലെ പച്ചക്കറി തോട്ടങ്ങൾ വാരിക്കൊണ്ട് വരാൻ? അത് മാത്രം ഞാൻ ചന്തയിലോട്ട് എന്താ പറയുന്നത്, വെണ്ടയ്ക്ക ആപത്തേ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ വാങ്ങിക്കുമോ പച്ചക്കറികൾ? ഞാൻ വാങ്ങിച്ചില്ല, ഒരൊറ്റ ഞാൻ വാങ്ങിച്ചില്ല. എടാ മൊണ്ട, അത് വെണ്ടയ്ക്ക ആപത്തെന്ന് പറഞ്ഞല്ല, വെണ്ടയ്ക്ക 10 എന്ന് വിളിച്ച 10 രൂപയ്ക്ക് 1 കിലോ വെണ്ടയ്ക്ക കിട്ടിയാനേ. അങ്ങനെ അതെന്റെ ഭാഗത്തില്ല കേട്ടോ, അത് ഞാൻ സമ്മതിക്കാം. അതെ, നല്ല വിശപ്പ്. പഴങ്കഞ്ഞി എങ്കിലും ഉണ്ടോ? എങ്ങനെ പഴങ്കഞ്ഞി ഉണ്ടോ? ഈ പഴങ്കഞ്ഞി ഉണ്ടോ, പഴങ്കഞ്ഞി എങ്കിലും എന്ന് പറയണ്ട. പഴങ്കഞ്ഞി അങ്ങനെ തരം താഴ്ത്തി കാണണ്ട. പഴങ്കഞ്ഞി എങ്ങനെ ഉണ്ടാവുന്ന സരസ്വതിക്ക് അറിയാവോ? പഴങ്കഞ്ഞി ഉണ്ടാവുന്ന ശ്രദ്ധയല്ല, ഞാൻ പറഞ്ഞുതരാം. പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ ചോറ് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്നു. അതിനകത്ത് പിറ്റേ ദിവസം ആയി കഴിഞ്ഞാൽ നമ്മളൊരു കാന്താരി മുളക്, കുറച്ച് തൈര്, കുറച്ച് നല്ല ചമ്മന്തി, ചുട്ടരച്ച ചമ്മന്തി ഒക്കെ കലക്കിയിട്ട് വേണം. അതാണ് പഴങ്കഞ്ഞി. ഇങ്ങനെ ഇത്രയും വിശദീകരിച്ച ഈ സാറ് തലേ ദിവസത്തെ എന്തെങ്കിലും ഒരു ബാക്കി, എന്തെങ്കിലും ഭക്ഷണം ബാക്കി ഇവിടെ വെക്കാറുണ്ടോ? ഉള്ളി പിറക്കല്ലോ തിന്നുന്നത്. പിന്നെ എന്തോനാ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ട് പഴങ്കഞ്ഞി ഉണ്ടാക്കുന്നത്? ദൈവം ഓരോ അരിമണിയിലും ഇത് കഴിക്കേണ്ടവന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്. അത് ശരിയാ. ഇവിടുത്തെ ചാക്ക അരിച്ചാക്ക അടിച്ച് നോക്കണം, എല്ലാ അരിമണിയിലും ഇവന്റെ പേര് എഴുതി വിട്ടേക്കുന്നു. നമുക്കൊന്നും ഒരു വകയും കിട്ടത്തില്ല. സത്യം. ഒരു കാര്യം ചെയ്യും, ഇന്ന് നാളത്തേക്കുള്ള സാധനങ്ങൾ മുഴുവൻ പച്ചക്കറിയും അരിയും എല്ലാം ഞാൻ വാങ്ങിക്കാം. നീ ഒരു സദ്യ ഉണ്ടാക്കും, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. സദ്യയൊക്കെ ഞാൻ ഓക്കെ ആക്കി തരാം, വെച്ച് തരാം. പക്ഷെ ഞാൻ കഴിക്കത്തില്ല. ഞാൻ വെച്ച സാധനം ഞാൻ കഴിക്കാറില്ല. അപ്പൊ എന്നെ കൊല്ലാനാണ് എല്ലാവരുടെ തീരുമാനം. ഞാൻ എന്റെ വീട്ടിൽ എന്റെ പെണ്ണുങ്ങളുണ്ടാക്കി അടിപൊളി ഭക്ഷണം ഞാൻ കഴിച്ചോളാം. പിന്നെ നാളെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ ലിസ്റ്റ് എനിക്ക് തരണം. വേണ്ട, നാളെ ഞാൻ ഇല്ല. അതാ എനിക്ക് ഫുഡ് വേണ്ട. അതെന്താന്ന് പറ. ഞാനേ പിന്നെ എന്റെ ഫ്രണ്ടിന് കുട്ടികളില്ല, ഞാൻ തൃശ്ശൂരേക്ക് പോവാം. നിന്റെ ഫ്രണ്ടിന് കുട്ടികളില്ലെന്ന് നീ പോയാൽ കുട്ടികളുണ്ടാവും. പിന്നെന്താ ഈ പറയുന്നത്? എനിക്ക് അസഭ്യങ്ങളാണ് പറയുന്നത്. എടാ അതല്ല, പിന്നെന്താണ്? എന്റെ കൂട്ടുകാരനാണല്ലോ ഞാൻ, അവന്റെ കൂട്ടുകാരനാണല്ലോ ഞാൻ. അതെ, അപ്പൊ ഞാൻ അവന്റെ കൂടെ പോയിട്ട് തൃശ്ശൂർ പോയി ഉരുളി കമിഴ്ത്തിയ കുട്ടികളുണ്ടാവും. ഇത് ആര് പറഞ്ഞു തന്നു? ഈ കമിഴ്ത്തി ഉരുളി കമിഴ്ത്തിയ കുട്ടികളുണ്ടാവും, ഇത് ആര് പറഞ്ഞു തന്നു? സത്യമെടാ, ഇത് സത്യമല്ല. തൃശ്ശൂർ പോയി ഉരുളി കമിഴ്ത്തി കുട്ടികളുണ്ടാവും. ഇത് വെറുതെ പറഞ്ഞാണെന്ന്. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. എന്റെ കൈക്കാരനായിട്ട് നിൽക്കുന്ന പയ്യനുണ്ടല്ലോ, അവൻ എത്ര ദിവസം ഉരുളി കഴുകി കമത്തും അറിയോ? എത്ര പ്രാവശ്യം. അങ്ങനെ ആണെങ്കിൽ അവന്റെ വീട്ടിൽ ഒരു അഞ്ജനവാടി അംഗനവാടി പറഞ്ഞായിരുന്നു. മനസ്സിലായോ? ഉരുളി കമിഴ്ത്തിയ കുട്ടികളുണ്ടാവുന്നു. കമത്തിക്കളയല്ലേ എങ്ങും പോയി. നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്. എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാനുണ്ടോ? കഴിക്കാനുണ്ടാകുന്നത് പോട്ടെ. ഞാൻ തമാശയല്ല ഈ കാര്യം. എനിക്ക് നിങ്ങൾ ഇവിടുത്തെ ശമ്പളം വളരെ കുറവാണ്. എനിക്ക് നല്ല 3 ഇരട്ടി ശമ്പളം തരാൻ നാടായിരിക്കുന്ന സിനിമ നടി പറഞ്ഞിട്ടുണ്ട്. നാടായിരിക്കുന്ന മഞ്ജു വാര്യർ. എന്തായാലും അവര് വീട്ടിലാകുമ്പോ അങ്ങനെ തോന്നി. അതല്ല, എനിക്ക് അവിടെ പോയ സുഖമാണ്. അവര് വീട്ടിലാകുമ്പോ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ നിന്നാ മതി. മനസ്സിലായില്ലേ? ശരിയാ. അവര് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ട് നോക്കിയാൽ വഴക്കാണ്. ഒരു ഭർത്താവുണ്ട്. എന്റെ അമ്മോ, ഇന്നൊരു പേടിച്ച് തൂറിയാ ഇത്, എനിക്കറിയത്തില്ല. എന്തായാലും എനിക്ക് അവിടെ സുഖമായിരിക്കും. അതുകൊണ്ട് പൈസ കറക്റ്റായിട്ട് തന്നില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകും. മനസ്സിലായല്ലോ? പൈസ ഒക്കെ തരാം. നീ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? കഴിക്കാൻ ഇപ്പൊ ഉണ്ട്. അടുക്കളയിൽ കഞ്ഞി വെച്ചിട്ടുണ്ട്, അത് തിളച്ചോണ്ടിരിക്കുക. ആക്രാന്തം മൂത്ത് അത് ചെന്ന് തട്ടി കമത്തി തിന്നരുത്. അതിന് വേവാനുള്ളൊരു സാവകാശം, ഒരു സമാധാനം അതിന് കൊടുക്കണം. കഞ്ഞിയെ പോലും വെറുതെ വിടത്തില്ല. അത് തിളച്ചോണ്ടിരിക്കുക, കമത്തിയ പൊള്ളും. അതുകൊണ്ടാ താടിയും മുടിയും. ഇന്നിവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൂടെ ഇന്നലെയും ഉണ്ടായിരുന്ന പ്രദീപാണ്, ജഗ്ലർ പ്രദീപ്. സാധാരണ നമ്മൾ കാണാത്ത ഒരു ജഗ്ലിംഗ് ആക്ട് ആണ് ചെയ്യാൻ പോകുന്നത്. പ്രദീപിനെ സ്വാഗതം ചെയ്യുന്നു, ജഗ്ലർ പ്രദീപ്.
ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ അമൃത ബിന്ദു. ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ അമൃത ബിന്ദു. അയ്യോ അയ്യോ എന്തിനാ അണയ്ക്കുന്നേ? ഒന്നും മിണ്ടാതിരി കൊച്ചേ. എന്താ? എന്റെ ശരീരം കൊണ്ട് ഞാൻ അണയ്ക്കാനൊന്നും സമ്മതിക്കത്തില്ലേ. എപ്പോഴും എന്റെ ശരീരത്തിൽ ഒരു കാലം വരുന്നു. അയ്യോ എവിടെ? അയ്യോ ആ കാലനല്ല, പിന്നെ എന്റെ ഭാര്യയുടെ അമ്മാവൻ ഇതുപോലൊരു കാലൻ യമകാലനാ. സത്യം ആണോ? പിന്നെ നിങ്ങൾക്കറിയാവോ ഈ തുള്ളല് കണ്ടുപിടിച്ച ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. അമ്മ തള്ളല് കണ്ടുപിടിച്ച ആരാണെന്നറിയോ? എന്റെ ഈ അമ്മാവനാണ്. സത്യം. അത്രയ്ക്കും ഒരു നമുക്ക് സഹിക്കാൻ വയ്യാത്തൊരു മനുഷ്യ മൃഗമാണ് അയാൾ. ഇതാ വരുന്നത്. ആരാ ആരാ? ചാപിള്ള, ചാപിള്ളയോ? ചന്ദ്രൻപിള്ള റിട്ടയർഡ് കേണൽ. അയ്യോ റിട്ടയർഡ് കേണലാണോ? ഒരു കസേര തരും. ഒരു ചെയർ എടുക്കും ആരെങ്കിലും. ഇങ്ങനെ കോക്കറി കാണിക്കാൻ ചത്തു. ഇരിക്കു സാർ. ശുക്രിയ 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 ഇരിക്കി ഇരിക്കി ഇരിക്കി. ശുക്രിയ. എന്തിനാ വന്നേ? മാപ്പിള്ളെ ഒന്ന് കാണണം. മാപ്പിള്ളയോ? ദോണ്ടിരിക്കുന്നു. അയ്യോ അത് മഞ്ജു പിള്ള. മഞ്ജു പിള്ള. മഞ്ജു പിള്ള ആ. ആ കാണാൻ വന്നതാ. അയ്യോ ആ അപ്പുറത്തിരിക്കുന്ന ആരാണ്? അത് വി നായർ. ആ വീണ നായർ. വീണാൽ നായർ. അപ്പൊ എഴുന്നേറ്റിരുന്നാൽ നേനോനാകും അല്ലേ? അങ്ങനെ കളിയാക്കരുത്. അതും സിനിമാ നടിയാ. ഏത് സിനിമയില്? വെള്ളിമൂങ്ങയിൽ അഭിനയിച്ചിട്ടുണ്ട്. വെള്ളിമൂങ്ങയിലോ? അങ്ങനെ ഒരുപാട് സിനിമയുണ്ട്. വെള്ളിമൂങ്ങയിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ടല്ലോ. കണ്ടോ? ആണോ? റിട്ടയർഡ് പട്ടാളക്കാരനായിട്ട്. എല്ലാവരും അടുത്ത് വരും. ഞാൻ ആ സിനിമയുടെ കഥയൊന്ന് പറഞ്ഞുതരാം. എന്നെ ഡയറക്ടർ വിളിക്കാനുണ്ടായ സാഹചര്യം, അല്ലല്ല, നമ്മൾ കണ്ടതാ. സന്ദർഭവും എല്ലാം ഞാൻ പറഞ്ഞു നമ്മൾ- തരാം. നമ്മൾ ഞങ്ങൾ നമ്മൾ സിനിമ കണ്ടതാ. കണ്ടതാ. കണ്ടതാണോ? അയ്യോ ഇതെന്താ ഇതെന്താ ഇത്? അയ്യോ അത് പേടിക്കണ്ട. ഇതൊരു സംഭവമാണ്. ആ. 946
ഞാനും ഇന്ത്യ പാക്കും തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു വെടിയുണ്ട ഇങ്ങനെ വന്നപ്പോൾ ഞാൻ നെറ്റ് കൊണ്ട് ഹെഡ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ പാട് കണ്ടില്ലേ? ഇപ്പോഴും ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. പക്ഷേ നല്ലൊരു ഞരമ്പിന് അതിനകത്ത് ഒരു മിസ്റ്റേക്ക് പറ്റി. അന്ന് തൊട്ടാണ് ഇങ്ങനെ വരുന്നത്. പേടിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് വിശ്വാസമായില്ലല്ലോ. നീ വന്നേ. അയ്യോ, എന്താ മാമ? നീയും പെണ്ണും പിള്ളയായിട്ട് എന്തുവാടാ ഒരു ഈശാപശ ഉണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞത്. കസപശേ? പശപശയല്ല, പെണ്ണും പിള്ളയായിട്ട് എന്തുവാ ഒരു ഈശാപശ? വഴക്കുണ്ടായത് എന്തിനാ? വഴക്കൊന്നുമില്ല, അത് കുഴപ്പമില്ലാതെ പോകുന്നു. കുഴപ്പമില്ല. എന്നിട്ടാണോ അവള് തൂങ്ങിച്ചാകാനായിട്ട് എന്റെ വീട്ടിലോട്ട് വന്നത്? ജീവിക്കാൻ സഹിക്കാൻ വയ്യെന്നും പറഞ്ഞു. അങ്ങനെയൊക്കെ സംഭവം ഉണ്ടോ? തൂങ്ങിച്ച ഇനിയിപ്പോ ഞാൻ ഉള്ളത് പറയാമല്ലോ, സത്യം പറയാം. ഞാൻ എന്റെ വീട്ടിൽ ജോലിക്ക് ചെയ്യുന്ന പെണ്ണിനാണ് ഞാൻ വിവാഹം കഴിച്ചത്. അതായത് എന്റെ ഇപ്പോഴത്തെ ഭാര്യ, അവളുടെ ജോലിയുടെ ആത്മാർത്ഥത, അവള് തൂക്കുന്നതും തുടയ്ക്കുന്നതും എന്റെ ദൈവമേ തുണി കഴിക്കുന്നതും പാചകം ചെയ്യുന്നതും ഒക്കെ കണ്ട് കൊതിയിട്ട് അവളുടെ സ്നേഹം തോന്നി. ഞാൻ പാചകക്കാരനാണല്ലോ, അപ്പൊ അവളുടെ സ്നേഹം തോന്നി. അങ്ങനെയാണ് അവളെ ഞാൻ വിവാഹം കഴിച്ചത്, അവളുടെ ജോലിയുടെ ആത്മാർത്ഥത കണ്ട്. ഇപ്പൊ എന്ത് സംഭവിച്ചു? എന്റെ ഭാര്യ ആയ ശേഷം ഇപ്പൊ ഞാൻ ചെയ്യണം ഈ ജോലി, ഒരു ഭാഗം അവിടെ ചെയ്യത്തില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യും? ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? പിന്നെ എന്ത് ചെയ്യും? നീ വേറൊരു ജോലിക്കാരിയും കൂടെ വെച്ചാ പോരെ? ഇനിയും ഞാൻ ജോലിക്കാരി വെക്കാനും. അപ്പൊ ഞാൻ 2 കെട്ടുകണമെന്നാണ് മാമൻ പറഞ്ഞു വരുന്നത്. എന്തിനു മാമ ഇത്? ഇവനൊക്കെ ഉണ്ടല്ലോ മുള്ളം കൈത വെട്ടിയടിക്കണം. അങ്കിൾ ഇപ്പൊ എവിടെ താമസിക്കുന്നത്? ഞാൻ അങ്ങനെ ജവഹർ കോളനിയിലാണ് മോനെ താമസിക്കുന്നത്. ജവഹർ കോളനിയിലാണോ? അറിയാവോ ജവഹർ കോളനി? പിന്നെ ഞാൻ അവിടെ താമസത്തിന് ചെന്നു. ഞാൻ ആ കോളനിയിലെ എല്ലാ വീടുകളും ഞാൻ ഇനി വാങ്ങിച്ചു. ചുമ്മാതാ തള്ളല് കെട്ട് വെറുതെ കൊടുത്തിട്ട് പോയതായിരിക്കും. അല്ല അമ്മ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ എന്റെ തളർന്നു കിടക്കുന്ന ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ. പയറ് മണി പോലെ ചാടി നടന്ന എന്റെ അമ്മായിയാണ്. സത്യം. ഇങ്ങനെ പട്ടാളത്തിൽ റിട്ടയർഡ് ആയി വന്നു, തള്ളല് തുടങ്ങി, തളർന്നു. അതാണ് സംഭവം. പിന്നെ മക്കളെ, എനിക്ക് 2 പെൺമക്കളാണ് ഉള്ളത്. രണ്ടിനെയും ഞാൻ വിവാഹം കഴിച്ചങ്ങ് അയച്ചു. എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? അതും ചെലവ് ചുരുക്കി. ആണോ? ഒരേ പന്തലിൽ ഒരേ കുടുംബത്തിലേക്കാണ് ഞാൻ അവരെ കല്യാണം കഴിച്ചയച്ചത്. അതെന്റെ നിർബന്ധം കൊണ്ടാണ് കേട്ടോ. നിർബന്ധിച്ചാണോ? പിന്നെ നശിക്കുമ്പോ ഒരു കുടുംബം നശിച്ചാൽ മതിയല്ലോ, 2 കുടുംബം നശിക്കണ്ടല്ലോ എന്ന് കരുതി. അല്ല കുഞ്ഞെ, സമയം എത്രയായി? ഈ കൈ കിടക്കുന്ന വാഷിംഗ് മെഷീൻ ആണോ? വാച്ചല്ലേ? അല്ല മോനെ, ഇത് പഴയ പോലെ ഇപ്പൊ ഓടുന്നില്ല. എല്ലാ പ്രാവശ്യവും ഒരുപോലെ ഓടാ. ഇത് ഉസൈൻ ബോൾട്ട് ഒന്നും അല്ലല്ലോ. എന്റെ മാമനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞപ്പോ നീ പറഞ്ഞിട്ടുണ്ടല്ലോ, കൊന്നുകളെ. ഇതെന്റെ മാമൻ അല്ലേ മാമ? ഇതേപോലുള്ള ധിക്കാരത്തിനൊക്കെ മറുപടി പറയുന്നത് ഞാനല്ല, എന്റെ AK-47 ആയിരുന്നു. മാമ എപ്പോഴും ഇങ്ങനെ പറയുന്ന കേൾക്കാം. ആ AK-47 എന്നെ ഒന്ന് കാണിക്കൂ. അയ്യോ മോനെ, അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അയ്യോ, ഇത് യുദ്ധമുള്ളപ്പോൾ മാത്രമേ ഞാൻ പുറത്തെടുക്കാറുള്ളൂ. ഇങ്ങനെ യുദ്ധമുള്ളപ്പോൾ മാത്രം എടുക്കാതിരിക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് പുറത്തെടുക്കണം, അല്ലെ അകത്തിരുന്ന് തുരുമ്പിച്ചു പോകും. പിന്നെയും നിനക്ക് എന്താ ഇവിടെ പണി? ഞാൻ ഇവിടെ ഷെഫാണ്. ഷെഫ്. എന്താ ഷെഫ്? ഈ ഷെഫ് എന്ന് വെച്ചാൽ എന്തുവാണ്? ഷെഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായുള്ള പാചകക്കാരൻ. ഭയങ്കരമായ പാചകക്കാരൻ. എടാ, ഈ ഷെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 വർഷമൊക്കെ ഇതിനൊക്കെ ഓരോ കോഴ്സുകളുണ്ട്. ഓരോ രാജ്യത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. നിനക്ക് ഏത് രാജ്യത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം? ആകപ്പാടെ കഞ്ഞിയും മുളകും ഉടച്ചു കൊടുക്കുന്നതിനോടാണ് ഷെഫ്. എടാ, കുശിനിക്കാരൻ, അത് മതി. ആ കുശിനിക്കാരൻ. പക്ഷെ ഞാൻ എത്തിപ്പെട്ട അടിപൊളിയായ സ്ഥലത്തല്ലേ ഞാൻ നിൽക്കുന്നത്. അടിപൊളിയായ സ്ഥലത്താണ് നീ എത്തിയത്. നിനക്ക് യോഗ്യതയില്ലാത്ത സ്ഥലത്താണ്. നല്ലൊരു കൂടാരം, സർക്കസ് കൂടാരം അല്ലേ മോനെ? അതെ. ഈ കൂടാരം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ ആ പഴയ കാലമാണ്. ഞാനങ്ങ് സിയാച്ചിലുള്ള കാലത്ത് ഞാനും ബ്രിഗേഡിയർ വർമ്മ സാറാണ് തോന്നുന്നു അന്ന്. സിയാച്ചിന് കൂടാരത്തിലിരുന്ന് ഞങ്ങളിങ്ങനെ ഒരു ഒഴിവ് കാലം ഞങ്ങളിങ്ങനെ ഒരു പെഗ് അടിച്ചുകൊണ്ടിരിക്കുക. കേട്ടോ മക്കളെ? അയ്യോ പോകല്ലേ ഡാ. ഈ സംഭവം കേട്ടിട്ട് പോടാ. സിയാച്ചിനിലെ നല്ല സംഭവമാണ്. ചോറ് തിളയ്ക്കുന്ന കാലത്തുണ്ടായ സംഭവമാണ്. നീ അയ്യേ, അവന്മാരെന്താ അങ്ങ് പോയത്? അപ്പോൾ നിങ്ങളോട് പറയാം. അതായത് സിയാച്ചിനിൽ ചെന്നപ്പോൾ അല്ല, അവിടെ ഇരുന്നോ. നമുക്ക് വേറൊരു അവസരത്തിൽ ഞാൻ ഇതിൻ്റെ മുഴുവൻ ഭാഗവും പറഞ്ഞുതരാം. ഇപ്പം ഇരുന്നോ കേട്ടോ, സമയമില്ല ആർക്കും ഇല്ലല്ലേ? അതാണ് ഞാൻ സമയം ഉള്ളപ്പോൾ വരാം കേട്ടോ. ആയിക്കോട്ടെ, നിങ്ങളുടെ പരിപാടി നടക്കട്ടെ.